നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇരുട്ടി വെളുത്തപ്പോൾ മിന്നൽ പ്രളയം. മഴക്കാലിയിൽ വിറച്ചു നിന്ന സംസ്ഥാനം ആശങ്കയുടെ മുൾമുനയിൽ ഇന്നലത്തെ ഒരു ദിവസം തള്ളി നീക്കി. ഒരു മാസത്തെ മഴ ഒരുമിച്ച് പെയ്തിറങ്ങിയ 24 മണിക്കൂറാണ്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. എല്ലാവരും ഈ മഴ കണ്ടപ്പോൾ 2018 പ്രളയം ആവർത്തിക്കുമോ എന്നൊരു ആശങ്ക എല്ലാവരുടെയും മുഖത്ത് നിഴലിച്ചിട്ടുണ്ടായിരുന്നു. വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് എല്ലായിടത്തും നടന്നത്. എന്നിട്ടും നമുക്ക് 9 ജീവനുകൾ നഷ്ടപ്പെട്ടു. സംസ്ഥാനത്ത് 4 കുട്ടികളടക്കമാണ് 9 പേർ മരിച്ചതായുള്ള കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 7 പേരെ പല ഭാഗങ്ങളിലായിട്ട് കാണാതായിട്ടുണ്ട്. അവർക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 ജില്ലകളിലും മഴ നാശം വിതച്ചിട്ടുണ്ട്. പലയിടത്തുണ്ടായ ലഘു മേഘവിസ്ഫോടനങ്ങളാണ് പെട്ടെന്നുള്ള ഈ ഒരു മഴയ്ക്ക് കാരണവും. ഏറ്റവും കൂടുതൽ മഴ പെയ്തിറങ്ങി നാശനഷ്ടമുണ്ടായിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ വടശ്ശേരിക്കരയിലാണ് 24 മണിക്കൂറിൽ 36.1 സെന്റിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വാഗമണിൽ 31.43 സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഇടുക്കി, കലാർ ഉൾപ്പെടെ വിവിധ ഡാമുകൾ തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ല ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഇന്നും മഴ സാധ്യത എല്ലാ ജില്ലകളിലും മുൻപിലുണ്ട്. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെ ബാക്കി എല്ലാ 12 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി തുടരുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശക്തി കൂടിയ ന്യൂനമർദ്ദം തെക്ക് കിഴക്കൻ രാജസ്ഥാന് മുകളിലായി സ്ഥിതി ചെയ്യുകയാണെന്നും ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ രാജസ്ഥാൻ മേഖലകളിലൂടെ പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ക്രമേണ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്നലെ മുതൽ 5-ാം തീയതി വരെയാണ് കേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യത പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്രമോ അതിശക്തമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് ഉരുൾപൊട്ടലും പ്രളയ സമാനമായ വെള്ളപ്പൊക്കവും വ്യാപക നാശം വിതച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും നദികൾ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലാവുകയും ചെയ്തതോടെ വിവിധ ജില്ലകളൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഇപ്പോഴും പല ആളുകളും ക്യാമ്പുകളിൽ തന്നെയാണ് തുടരുന്നത്. അതായത് വീടുകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത്. വ്യാപകമായ കൃഷിനാശവും വസ്തുനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് മീനച്ചിലാർ കരകവിഞ്ഞതിനെ തുടർന്ന് പാലാ നഗരവും വെള്ളത്തിനടിയിലായി. എരുമേലി, മുണ്ടക്കയം, മണിമല ടൗണുകളിലും വെള്ളം കയറി. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിൽ 8 ഇടങ്ങളിലാണ് കല്ല് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏറ്റുമാനൂർ, പൂഞ്ഞാർ, പുനലൂർ, മൂവാറ്റുപുഴ സംസ്ഥാന പാതകളിലും പലയിടങ്ങളിലും വെള്ളം കയറിയതോടെ ഗതാഗതം മുടങ്ങി. പത്തനംതിട്ടയിൽ 3 ഇടത്ത് ഉരുൾപൊട്ടിയെങ്കിലും ആളപായം ഉണ്ടായില്ല. റാന്നി ടൗൺ പൂർണ്ണമായും ഒറ്റപ്പെട്ടതോടെ അവിടെ വീടുകളിൽ കുടുങ്ങിയവരെയൊക്കെ ദുരന്ത നിവാരണ സേന, അഗ്നിരക്ഷാസേന, പോലീസ് എന്നിവർ ചേർന്ന് രക്ഷപ്പെടുത്തി സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആറന്മുളയിൽ സത്രക്കടവ് മുതൽ മാലക്കര വരെയുള്ള റോഡും വെള്ളത്തിനടിയിലായി. വെള്ളപ്പൊക്കത്തിനിടയിലും ആചാരപരമായി ആറന്മുള വള്ളസദ്യ നടന്നു. മൂഴിയാർ ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നിരുന്നുവെങ്കിലും പിന്നീട് 2 അടച്ചു. തിരുവനന്തപുരം ജില്ലയിൽ പേപ്പാറ, അരുവിക്കര, നെയ്യാർ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കണ്ണൂരിൽ കൊളിത്തട്ട്, ആറളം വന്യജീവി സങ്കേതം, മാക്കൂട്ടം, ബ്രഹ്മഗിരി വനമേഖലകൾ എന്നിവിടങ്ങളിലും ഉരുൾപൊട്ടലുണ്ടായി. ആറളം ഫാമും വന്യജീവി സങ്കേതവും ഒറ്റപ്പെട്ടു. പഴശ്ശി അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നു. കൊട്ടിയൂർ പാൽ ചുരത്തിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഇന്ന് രാവിലെ വരെ അവിടെ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിലും മംഗലം, കാഞ്ഞിരപ്പുഴ അണക്കെട്ടുകൾ തുറന്നതോടെ തൃത്താല, വെള്ളിയാങ്കല്ല് ഷട്ടറുകൾ ഉയർത്തി. കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാമ്പുഴ ദേശീയപാതയിൽ വെള്ളം കയറി തടസ്സപ്പെട്ട ഗതാഗതം പിന്നീട് പുനഃസ്ഥാപിച്ചുവെങ്കിലും താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം തുടരുകയാണ്. മലബാർ റിവർ ഫെസ്റ്റിവൽ നിർത്തിവെച്ചു. കടലുണ്ടി, കപ്പലങ്ങാടി ബീച്ചിലും ബോട്ട് കരയ്ക്കടുപ്പിക്കാൻ കഴിയാതെ കടലിൽ കുടുങ്ങിയ 17 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇടുക്കിയിൽ പലയിടത്തും ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്നും കല്ലാർകുട്ടി, മലങ്കര, കല്ലാർ ഡൈവേർഷൻ, പാമ്പള അണക്കെട്ടുകളും ഭൂതത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. ജലനിരപ്പ് ഇനിയും ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് നദീതീരങ്ങളിൽ അനാവശ്യമായി ഇറങ്ങരുതെന്നും മത്സ്യബന്ധനം,
കുളിക്കൽ, മറ്റ് ജലാശയ പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായാൽ കൂടുതൽ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കേരളം വീണ്ടും ഒരു വെള്ളപ്പൊക്ക ഭീഷണി നേരിടുമ്പോൾ പ്രവചനങ്ങളുടെ പരിമിതികളും വീണ്ടും ചോദ്യമാകുന്നുണ്ട്. ജൂലൈ 31 രാത്രി 10 കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയത്. ഓറഞ്ച് മുന്നറിയിപ്പ് പ്രകാരം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലായിരുന്നു ഓറഞ്ച് മുന്നറിയിപ്പ്. എന്നാൽ രാത്രി 10 ശേഷം കാലാവസ്ഥ ആകെ മാറുന്നതാണ് കണ്ടത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ സ്ഥിതി ചുവപ്പിലേക്ക് പൊടുന്നനെ കയറിപ്പോയി. അതിതീവ്ര മഴയാണ് ഇവിടെ ഉണ്ടായത്. കേരള തീരത്ത് മേഘരൂപവൽക്കരണം ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ പല ശാസ്ത്രജ്ഞരും കാലാവസ്ഥാ സൈറ്റുകളും നൽകിയിട്ടും ഈ പൊടുന്നനെയുള്ള മാറ്റം പ്രവചിക്കാൻ കഴിഞ്ഞില്ല. അർദ്ധരാത്രി 12 മണിയോടെ പത്തനംതിട്ട, കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും ഇടുക്കിയിലും മഴ 200 മില്ലിമീറ്റർ എന്ന തോതിലേക്ക് ചുരുങ്ങു. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം പീരുമേടാണ് ഇതിൽ മുമ്പൻ, 213 മില്ലിമീറ്റർ മഴ. തൊടുപുഴ രണ്ടാമത് 212. പത്തനംതിട്ട കുരുടാമണ്ണ് സ്റ്റേഷൻ പരിധിയിൽ 162, കോന്നി 140, ഇടുക്കി 154, കോട്ടയം 133 എന്നിങ്ങനെ മഴ ലഭിച്ചു. സ്വയം നിയന്ത്രിത കാലാവസ്ഥാ സ്റ്റേഷനുകളിൽ നിന്നുള്ള കണക്കുകൾ ഇതിലും വലുതാണ്. ഇവരുടെ അളവ് പ്രകാരം പത്തനംതിട്ട ജില്ലയിലെ ലാഹയാണ് മുമ്പൻ, 248 മില്ലിമീറ്റർ. പത്തനംതിട്ട കോട്ടയം അതിർത്തിയിലെ വെൺകുറിഞ്ഞി 207, റാന്നി 191, തടിയൂർ 160 എന്നിങ്ങനെയാണ് മഴ. ഞായറാഴ്ചയും കനത്ത മഴ തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തുടരും. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ചെറിയൊരു സമയത്തിനുള്ളിൽ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് കൂമ്പാര മേഘരൂപവൽക്കരണവും മറ്റുമുണ്ടായി അതിതീവ്ര മഴ സംഭവിക്കാം. ഇത് ഏത് സമയവും നാം പ്രതീക്ഷിക്കണമെന്നാണ് ശാസ്ത്ര സമൂഹം പറയുന്നത്. ഇത്തരം പൊടുന്നനെയുള്ള മാറ്റങ്ങളിൽ പ്രവചനം പറ്റില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. കേരള, കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് മേഖലയിലും മണിക്കൂറിൽ 60 കിലോമീറ്റർ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇതോടെ കേരളത്തിലെ തുറമുഖങ്ങളിലും 3-ാം നമ്പർ ജാഗ്രതാ അടയാളം നിലനിർത്താൻ കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, ബേപ്പൂർ, പൊന്നാനി, അഴീക്കൽ, കൊച്ചി, ആലപ്പുഴ, നീണ്ടകര, തിരുവനന്തപുരം എന്നീ തുറമുഖങ്ങളിലാണ് മുന്നറിയിപ്പ്. ലക്ഷദ്വീപിലെ മിനിക്കോയ് തുറമുഖത്തും കർണാടകയിലെ കാർവാർ, മംഗളൂരു, പണമ്പൂർ, ഹോണാവർ, ഭട്കൽ, ഗംഗോളി, മാൽപേ എന്നീ തുറമുഖങ്ങളിലും ജാഗ്രത തുടരും. ഏതായാലും ഭയത്തിൻ്റെ ഒരു മണിക്കൂറുകളാണ് ഇനിയും വരാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. കാരണം ഒരു മിന്നൽ പ്രളയമാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും കാലാവസ്ഥ അതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് ദയവായി എല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുക. സുരക്ഷിതമല്ലാത്ത ഇടങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടുത്തെ ഭരണാധികാരികൾ പറയുന്ന സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറുക. തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കേണ്ടതാണ്. 2018 എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഭീകരമായ മുഖം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൽ പലർക്കും ആ സമയങ്ങളിൽ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു അനുഭവ സമ്പത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വന്തം സുരക്ഷിതമായിട്ടുള്ള വീടുകളിലാണെങ്കിൽ അല്ലെങ്കിൽ ക്യാമ്പുകളിലാണെങ്കിൽ മറ്റുള്ള ബന്ധു വീടുകളിലാണെങ്കിലും സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിൽ തുടരാനായിട്ട് ശ്രദ്ധിക്കുക.